കോഴിക്കോട് ചേവായൂരിൽ സംഘർഷത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. മായനാട് സ്വദേശിയായ സൂരജാണ് മരിച്ചത്. പ്രദേശവാസികളായ അച്ഛനെയും മക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോളേജിലെ സീനിയർ ജൂനിയർ തർക്കമാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചതെന്നും കൊല്ലപ്പെട്ട സൂരജിന്റെ സുഹൃത്ത് അശ്വന്തിനെയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെന്നും സൂരജിന്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. മേഘ മാധവനോട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി മേഘ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, ചേവായൂരിന് സമീപം പാലോട്ടുവയൽ തിരുത്തിയാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഭവം നടക്കുന്നത്. അതായത് ഈ സൂരജിനെ ഒരു സംഘം ആളുകൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്ത. എന്നാൽ പിന്നീട് രണ്ട് സംഘങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന തരത്തിൽ കൂടി വാർത്തകൾ പുറത്തു വരുന്നു. ഏതായാലും മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൂരജ് ഇന്ന് രാവിലെയോടെയാണ് മരണപ്പെടുകയും ചെയ്യുന്നത്. ഈ നേരത്തെ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടായൊരു പ്രശ്നമാണ് ഈ സംഘർഷത്തിലേക്ക് എത്തിയത് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതായത് ചാത്തമംഗലം SNES കോളേജിൽ പഠിക്കുന്ന അശ്വന്ത്, സൂരജിന്റെ സുഹൃത്തായ അശ്വന്ത്, ഈ അക്രമികളും തമ്മിലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ അശ്വന്തിനെ മർദ്ദിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി. എന്നാൽ സൂരജ് അശ്വന്തിനെ രക്ഷിക്കുന്നതിനിടെ സൂരജിന് മർദ്ദനമേൽക്കുകയായിരുന്നു. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കോളേജുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസും പറയുന്നത്. എന്താണ് കോളേജിനുള്ളിലെ പ്രശ്നം എന്നത് കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ചേവായൂർ പോലീസ് നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരാണ് കസ്റ്റഡിയിൽ ഉള്ളത്. അതായത് മർദ്ദിച്ച വിജയ് മനോജ്, അജയ് മനോജ്, ഇവരുടെ പിതാവായ മനോജ്, അങ്ങനെ 3 പേരാണ് നിലവിൽ കസ്റ്റഡിയിൽ ഉള്ളത്. 18 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ശരി മേഘ.